7 വർഷം മുൻപാണ് ജബൽപൂർ സ്വദേശി അശുതോഷും അമർപട്ടാൻ സ്വദേശി സന്ധ്യയും തമ്മിൽ കണ്ടുമുട്ടുന്നത്. വീട്ടുകാരുടെ ആലോചന വിവാഹത്തിലേക്ക് വളരെ വേഗത്തിലെത്തി. 5 വയസ്സുള്ള മകന്റെ രക്ഷിതാക്കളാണ് നിലവിൽ അശുതോഷും സന്ധ്യയും. അശുതോഷിനൊപ്പം സന്ധ്യ ജബൽപൂരിലാണ് താമസിച്ചിരുന്നത്. സഹോദരി മാൻസി ഇവരുടെ വീട്ടിലെ പതിവ് സന്ദർശകയായിരുന്നു. സഹോദരന്റെ ഭാര്യയുമായി വളരെ നല്ല ബന്ധം സൂക്ഷിച്ചിരുന്നു മാൻസി. ഇരുവരും ഒരുമിച്ച് യാത്രകൾ പോകുന്നത് പതിവായി. കൂടാതെ സന്ധ്യയോടൊപ്പം കറങ്ങാനും മാർക്കറ്റിൽ പോകാനുമൊക്കെ മാൻസി കൂടെ പോകാറുണ്ടായിരുന്നു. അടുത്ത ബന്ധുക്കളായതിനാൽ തന്നെ ഈ ചങ്ങാത്തത്തിൽ ആർക്കും അസ്വാഭാവികതയൊന്നും തോന്നിയതുമില്ല. കഴിഞ്ഞ മാസം 12-നാണ് കുടുംബത്തിലെ സാഹചര്യം കീഴ്മേൽ മറിയുന്നത്. സന്ധ്യ പെട്ടെന്ന് വീട്ടിൽ നിന്ന് അപ്രത്യക്ഷയായി. കുടുംബം പരാതി നൽകിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ജബൽപൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യുവതിയെ കണ്ടെത്തി. തുടർന്ന് ഭർത്താവിനും മകനുമൊപ്പം തിരിച്ചു വീട്ടിലേക്ക് വരികയും ചെയ്തു. 10 ദിവസം കഴിഞ്ഞപ്പോൾ സന്ധ്യയെ വീണ്ടും കാണാതെയായി. ഇത്തവണ പക്ഷേ കണ്ടെത്താതിരിക്കാനായി മൊബൈൽ ഫോൺ വീട്ടിൽ വെച്ചാണ് പോയത്. അതോടെ കുടുംബം പല സ്ഥലങ്ങളിൽ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല. തുടർന്നാണ് അശുതോഷ് സന്ധ്യയുടെ ഫോൺ പരിശോധിക്കുന്നത്. സന്ധ്യയും സഹോദരിയായ മാൻസിയും തമ്മിൽ പ്രണയമാണെന്ന് സൂചിപ്പിക്കുന്ന വാട്സാപ്പ് സന്ദേശങ്ങൾ കണ്ടെത്തിയതോടെ ഇരുവരും ഒളിച്ചോടിപ്പോയെന്ന് മനസ്സിലായി. തുടർന്ന് ജബൽപൂർ റൂറലിലെ ഖംപൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചെങ്കിലും ഒളിച്ചോടിയവരെപ്പറ്റി ഇതുവരെ ഒരു വിവരവും ലഭിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.